ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോയാലോ? നമ്മൾ രാവിലത്തെ ചോറ് വെച്ച് വാർത്ത് വെച്ച് രാവിലത്തെ അതല്ല കാപ്പി കഴിച്ച് ചപ്പാത്തി ചുട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നാൽ നമുക്ക് നല്ല വെളിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗുഡ് മോർണിംഗ് ചക്കര കുഞ്ഞുങ്ങളാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. എല്ലാവർക്കും ലീവല്ലേ? ഞായറാഴ്ച അടിപൊളി കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് കഴിച്ചാൽ എന്താ പറയുക, നമ്മൾ മോൻ്റെ അടുത്തേക്ക് പോകണം. നമ്മളെ മോൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനത് പറഞ്ഞത് വല്ല തെറ്റുണ്ട് ക്ഷമിച്ചാൽ. പിന്നെ അപ്പോൾ ഒന്നല്ല ഞാൻ അവൻ്റെ കൂടെ ഇനി കിടന്നത്. കാരണം തലേന്നും ചൊറിയാനൊന്നും പറ്റൂല, അറിയാതെ നമുക്ക് അരിച്ചിലും ഒക്കെ ഉണ്ടാവും. ചൊറിഞ്ഞു പോകുന്നത് ഒരിക്കലും ചൊറിയരുതെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഉറക്കൊഴിഞ്ഞ് നോക്കിയിരുന്ന് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ മോളെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ചെറിയ പൊക്ക് വർക്ക് ഒക്കെ ഇങ്ങനെ ചെയ്യായിരുന്നു. അത് ചെയ്തിങ്ങനെ കുറേ സമയമായിരുന്നു. പിന്നെ എനിക്ക് ഉറക്കം വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, പിന്നെ ഓൻ്റെ ടാഗ് ഉണ്ടല്ലോ അതൊരു കയ്യിൽ ചുറ്റി, പിന്നെ മറ്റേ കൈ പിടിച്ചിങ്ങനെ ഈ ടാഗ് ഞാൻ കൈ പിടിച്ച് ഞാൻ ഇങ്ങനെ കണ്ടു ഉറങ്ങി അവനെ കൈ പിടിച്ച് ഞാനങ്ങനെ ഉറങ്ങി വന്നപ്പോണ്ട് ഓൻ ഈച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അമ്മേ നിങ്ങളിതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തലച്ചൊറിഞ്ഞാലും മതിയില്ല, അമ്മ അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കൈയും പിടിത്തി ഓൻ ടാഗ് കൊടുത്ത് ഓൻ മൂത്രം കഴിക്കാൻ വേണ്ടി ഈച്ചിട്ട് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ അവങ്ങനെ നിന്ന് ഇവിടെ അമ്മ ഇതാന്നൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ അവന് കോഫി, ഇന്നലെ കഞ്ഞി മാത്രം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് അവർക്ക് അവന് ചപ്പാത്തിയൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക്. അങ്ങനെ എൻ്റെ കുഞ്ഞ് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേദന ഇല്ലാണ്ടൊക്കെ ഉള്ള ഇഞ്ചക്ഷനൊക്കെ അവരടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തലവേദനയൊക്കെ ചെറുങ്ങനെ വന്നിന് വിടുന്നു. അപ്പോൾ അതിന് കുറേ വിധം ഗുളികകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ 2 ചപ്പാത്തി, മുട്ട, വെറും മഞ്ഞപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മളെ ഒരു ഉള്ളി കുക്കറിൽ വേവിച്ചിട്ടാ. മെഴുക്കൊന്നും പറ്റില്ല, പിന്നെ മെഴുക്ക് കഴിക്കാറില്ല. അങ്ങനെ ഇതാ കോഫി, മധുരം ഇല്ല, ഒരു ചെറിയ മധുരം. അപ്പോൾ നമുക്കിതും കൊണ്ട് പോയാലോ? ബായ്. അങ്ങനെ നമ്മൾ മേലോട്ട് കയറാൻ നമ്മളെ ടെക്സാ ബേബി വേണ്ട വഴി മടക്കി കിടക്കാൻ നീക്കൊന്നുമില്ല ഗൈസ്. ഞാനൊരു സ്റ്റെപ്പ് മേലെ കാല് വയ്ക്കണം. അയ്യോ ഗോവാവേ, അയ്യോ എൻ്റെ കുഞ്ഞ് നീച്ചെന്ന്. അപ്പം ഞാൻ സ്റ്റെപ്പിൽ കയറി ചപ്പാത്തിയൊക്കെ കൊണ്ട് അങ്ങനെ പോവാട്ടോ. അപ്പം ഗുഡ് മോർണിംഗ് ലവ്യടാ. ഞങ്ങളെ മുറ്റം കാണുന്നുണ്ടോ? കല്ലും മുറ്റും അമ്പലത്തിൽ വിളക്കൊക്കെ കാണുന്നുണ്ടോ? അങ്ങനെ നമ്മൾ മേലെ കയറി. ഇവിടെ ദൈവത്തിന് ഫോട്ടോത്തിന് വിളക്ക് കത്തിക്കും. എന്താ കണ്ണേനും തമ്പായൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ മോനെ നമുക്ക് വിളിച്ചാലോ? ഗുഡ് മോർണിംഗ്. പല്ലേക്ക് ചക്കര, കോഫി. നീക്കടാ, വാവാച്ചി കിടക്കണുണ്ടോ? നീക്ക അന്നൊന്ന് കാണട്ടെ. കാണണം. നമ്മളിവിടെ ഇരിക്കട്ടോ. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ വർക്ക്. അങ്ങനെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ വന്നേ ഉള്ളൂ. മുന്നേട്ട് അമ്പലത്തിൽ പോയതാണ്. നിങ്ങൾക്ക് ഞാൻ സാധനം കാണിച്ചത്. എൻ്റെ തലയിൽ കണ്ടോ നരച്ച കൂടി തട്ടിക്കായിട്ട് കാണുന്നത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ തലയിൽ നരച്ച കൂടി. അതൊക്കെ ഒരു ഭാഗ്യല്ലേ. പിന്നെ ഡോടിയൊക്കെ തിരി വെച്ചത് അതങ്ങനെ വന്നു പോയി. ഇത് വന്നു പോകില്ല. ഇനി നമുക്ക് നമ്മളെ തല നിറച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മോനെ കല്യാണമൊക്കെ കഴിഞ്ഞ വരെ തല നരയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അമ്മായിമ്മ എല്ലാം സുന്ദരിയായിട്ട് ഇരിക്കണ്ടേ? ഈ സുന്ദരി മിക്ക് മതിൻ്റെ മുമ്പ് പല്ലേക്കാൻ പോയത് കേട്ടോ. പല്ലിച്ച് വന്ന് വെറുമാറ്റിൽ ഒരു ഗുളിക ഉണ്ടെങ്കിൽ അത് കൊടുത്ത് ഓൻ്റെ വെള്ളങ്ങളൊക്കെ അതവിടെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവച്ചേക്കണം. 3 കുപ്പി വെള്ളം. പിന്നെ കുടിച്ച കുപ്പിയൊന്നും കൊണ്ടുവരില്ല, താഴോട്ട് എന്നൊക്കെ എടുത്തുകൊണ്ട് കഴുകി പിന്നെ വെള്ളം നിറച്ചുകൊണ്ടാണ് ചുക്കുവെള്ളം. അങ്ങനെ ഇന്നത്തെ വിശേഷം എൻ്റെ മോൻ്റെ വിശേഷത്താണ്. പിന്നെ എല്ലാവരും എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
പിന്നെ മുടി പോയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട, അങ്ങനെയൊക്കെ ചെയ്യുക. എൻ്റെ കുട്ടി വീഡിയോയിൽ തന്നെ വരാത്തതാണ്. അവൻ്റെ നെറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല മുടി കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും വേണ്ടിയില്ല, അത് കുറേ ആയി ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പം അത് പെട്ടെന്ന് ചെയ്തു. പിന്നെ എന്താ, ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമ്മളതാ കണ്ണാടി കാണണം ഉണ്ടോ. അപ്പം നമ്മുടെ ഈ വർക്കിലേക്ക് പറ്റട്ടോ. ഇനി എൻ്റെ വിശേഷം ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയൊക്കെ പോകുന്ന വിശ്വാസിച്ചല്ല, അമ്പലത്തിൽ നിന്ന് വന്നാലും ഇവിടെ ഉണ്ണിയോളം കുറേ അമ്പലതാ ഉച്ചാറുമ്പോൾ കണ്ടില്ലേ, ഞാൻ വരുമ്പോൾ കാണിച്ചില്ലോ, അവിടെ വരും കേട്ടോ. അപ്പം നമുക്ക് കാണാം. എല്ലാം അപ്പൂപ്പൻ തടി. എന്ന് 31-ാം തീയതിയാണ്. ഇന്നല്ല, ഇന്നലെ 31-ാം തീയതി, ഇന്ന് 1-ാം തീയതി. ഇന്ന് എന്തായാലും ബ്രോൻ്റെ ദാടി കറുപ്പിക്കുന്നതായിരിക്കും. ഞാൻ പറയും എന്നോട് 31-ാം തീയതി വരയ്ക്കും തോൽപ്പ് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് എന്തായാലും എന്തായാലും ചെയ്യാൻ മതി. ബൈ. നമ്മൾ ബെറ്റാടി എത്ര തുള്ളി അങ്ങനെ എടുക്കണ്ടേ? 5 മില്ലി ബെറ്റാടി അങ്ങോട്ട് എടുത്തിട്ട് സ്പ്രേ ചെയ്യണം. 5 മില്ലി അവനെടുത്തിട്ടരും, ഞാൻ അടിക്കും. അടിക്കിനെ കാട്ടൂല കേട്ടോ, കാരണം ഒരു തരത്തിലും എൻ്റെ തലക്കൊള്ളരുത്. അപ്പം ഞാൻ എനിക്ക് വീഡിയോ എടുത്തു. ഹലോ, ഗുഡ് മോർണിംഗ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കുള്ള കറി വെക്കാൻ വന്നത്. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് സംസാരിക്കുക വെച്ച്. അപ്പം നമുക്ക് ലൈറ്റ് ഇട്ടാലോ? മുഖം കാണുന്നില്ലല്ലോ. നമ്മളെ സ്റ്റാൻഡ് ഒന്ന് പോയി, സ്റ്റാൻഡിൻ്റെ കൂടെ അങ്ങ് പോന്നു. അപ്പോഴോ കണ്ണുണ്ടോ? അപ്പം നമ്മളൊരു കറി വെക്കാൻ പോവാനേ. നമ്മുടെ ചിരങ്ങ ബാലൻസിനും ഉണ്ട്, കുറേ ഉണ്ട്. ഇനി കൊണ്ടുവരരുത് പറഞ്ഞിട്ട് മറ്റവർക്ക്. അപ്പോൾ ഒന്നും കൂടി ഉണ്ട്. ഇന്ന് ഉണ്ണിയാക്ക് മാത്രം മതി പച്ചക്കറി. ഇതുകൂടി ഉണ്ട്. ഇനി ചിരങ്ങല്ല. അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പിയായി സന്തോഷമായി ഒക്കെ വർക്കിന് പോയിണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ല, ലീവാണ്, ശനിയാഴ്ചയിലേന്ന്. നമ്മൾ ഉണ്ണിയിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്ന് ചായയൊക്കെ കുടിച്ച് പോയിട്ടാ. അപ്പം പിന്നെ എന്തൊക്കെയാ, ഇന്നലെ നമ്മൾ ആനന്ദമോൾ വിളിച്ചിട്ടോ നൈറ്റിൽ. എന്താവോ എൻ്റെ കുട്ടി വിളിച്ചപ്പോഴേക്ക് സന്തോഷമായി. പിന്നെ എന്തൊക്കെയാ, ഒന്നും പറയണില്ല. നമ്മളൊന്നും പറയണ്ട, ഒക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ പറയാം. കാര്യങ്ങൾ കിടക്കുമ്പോൾ പറയണ്ട അല്ലേ? എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലെന്ന്. അപ്പം ഈ ചിരങ്ങ അരിഞ്ഞ് വെറുതെ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. ഇന്നലെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇത്തിരി കൂടി ആയാൽ നമുക്കൊരു വീഡിയോ ആയിട്ട് അപ്ലോഡാക്കാം. അപ്പം നമ്മളെ കുക്കിംഗ് വീഡിയോ കൂടി ഇതിൽ അങ്ങോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. കുക്കിങ് നമുക്ക് ഇന്ന് പടവലും പരിപ്പും തക്കാളിയും കറി വെക്കാൻ പോവാണ്. പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ട്, ചിക്കൻ പായ സർക്ക വെച്ചിരിക്കാ, പുറത്തെ കോഴി മുളക് അറിയില്ല, മക്കൾക്ക് അറിയില്ല. സർക്ക വെച്ചിരിക്കാൻ്റെ മോള് ചേർക്കുക അതാവും പറഞ്ഞത്. എന്നിട്ട് സർക്ക വെച്ചിരിക്കാൻ അങ്ങനെ പറയുമ്പോഴേക്കും അറിയില്ല. പിന്നെ നാട്ടം വന്നിട്ട് പറയണ വ്യക്തി അങ്ങനത്തെ ഒരു പാട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഓളാ വരി പാടിത്തന്നു. അപ്പം ആ പാട്ടിന് എൻ്റെ മോളപ്രായമുണ്ട്. എൻ്റെ മോള് സംസാരം തുടങ്ങുന്ന സമയത്തുള്ള പാട്ടാണത്. വറുത്ത കോഴി മുളക് തേച്ച് പൊരിച്ച് വെച്ചിരിക്കാന്നോ എന്താണ്? മുളക് തേച്ച് കോഴി വറുത്ത് വെച്ചിരിക്കാന്നൊക്കെ. അപ്പൊ എൻ്റെ കുട്ടികൾക്കൊക്കെ സുന്ദരമായ ഒരു സുപ്രഭാതം, ഒരു സുന്ദരമായ ഒരു ദിനം ആശംസിക്കുന്ന അത്ര. സുപ്രഭാതം നമ്മൾ കഴിഞ്ഞു പോയി. ഒരു 11 മണിയൊക്കെ ആയിണ്ടാവും ഇപ്പൊ. അപ്പൊ നോക്കിയിട്ട് പറഞ്ഞുതരാം. 11:41 ആയി. അപ്പൊ നമുക്ക് ചിരങ്ങ എത്ര മാറ്റി. നമുക്ക് കുറച്ച് പരിപ്പ്, ഇച്ചിരി പടവലം, 2 തക്കാളി. ഞാൻ കുക്കിംഗ് വീഡിയോയിൽ വന്നല്ലോ, അതിന് കുഞ്ഞുങ്ങളോട് ഇച്ചിരി വിശേഷം പറയാൻ വന്നതാണ്. അപ്പൊ നമ്മളിത് കഴുകി ഇതൊക്കെ അടുപ്പത്തിട്ടിട്ട് പോരാ. ഹലോ, അപ്പൊ നമ്മളിതാ ചിക്കൻ പൊരിച്ചതും പടവലും പരിപ്പും തക്കാളി കറിയും പപ്പടും. അപ്പം നമ്മൾ ചോറ് അടിപൊളിയായിട്ട് കഴിക്കാൻ പോകും. നേരത്തെ വീഡിയോ അടക്കണമെന്ന് ചെയ്യുമ്പോൾ ഞങ്ങളെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചോറ് തിന്നുന്ന വീഡിയോയിൽ അങ്ങോട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറയും. എൻ്റെ മോൻ്റെ
ചിക്കൻ പൊരിങ്ങാൻ വെച്ചതാണ് വേവുന്നത്. ഇന്ന് നമ്മൾ ഉണ്ണിയേട്ടന് ശനിയാഴ്ച. അപ്പം നമ്മൾ ചിക്കൻ പൊരിച്ച് ഞാൻ അമ്മായിയും ചിക്കൻ പൊരിച്ചാൽ ചോറ് തിന്നുണ്ട്. 2 കഷ്ണം ഞങ്ങൾ ചിക്കൻ പൊരിച്ചില്ലേ സത്യത്തെ? അമ്മായി ചോറുന്നുണ്ട്. ഞാൻ കാട്ടൂലിട്ട അമ്മായിനെ. അമ്മായിക്ക് ഇപ്പോൾ ഒന്നിനും മനസ്സില്ലാണ്ടിരിക്കുന്നു. ഞാൻ വീഡിയോ കാട്ടിട്ടാണോ നിൽക്കരുത്. അപ്പം പിന്നെ നീ കാട്ടണ്ട, അമ്മായിന്റെ വർത്തമാനം കേട്ടാൽ മതി. പപ്പടം പൊരിച്ചതും പച്ചക്കറിയും. ഇത് കുട്ടികൾക്ക് ചോറുന്ന ആയില്ലേട്ടോ ചോറുന്നേ. ഇനിയുണ്ട് നിങ്ങൾക്ക് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ഉണ്ട്. ചിക്കൻ പുഴുങ്ങിയെന്ന് രസം എടുത്ത് ഞാൻ വേണം കഴിക്കൂ. നമ്മളമ്മായി കഴിക്കൂല, ഛർദ്ദിക്കാൻ വരുന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇത്തിരി മുളകൊക്കെ തേച്ച് പൊരിക്കാം. എന്നാലും ഞാൻ മീൻ ഇതേമാതിരി തിന്നുമ്പോൾ പൊള്ളിച്ചോ പുഴുങ്ങിയ അന്ന് അമ്മായി ഒന്ന് നുള്ളിക്കുന്നതാ. 2 ദിവസത്തേക്ക് പിന്നെ മീനെ തൊട്ടില്ല. ആ ചിക്കൻ 10 വിസലടിപ്പിക്കണം എന്റെ മോന്റെ ഓർഡർ. അത്ര വിസലടിക്കും. എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെയായിപ്പോ എടുക്കുമ്പോ അങ്ങനെ വേണത്ര. ആയിക്കോട്ടെ അടിച്ചോട്ടെ. മീൻ പൊരിച്ചും പച്ചക്കറി നല്ല രസം ഉണ്ടാവേ. മീനില്ല കേട്ടോ, മീൻ കിട്ടില്ല. നാളെ കിട്ടേക്കോ. ഞാൻ തിന്നണത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എൻ്റെ ഡെക്ക ബേബി ചോറ് നിൽക്കുന്നുണ്ട്. ഇവിടെ വാ ചോദിച്ചിട്ടോ. ബാ എന്നാ ചിക്കൻ പൊരിച്ചേ എന്നടാ കഴിച്ചേ മേടിക്ക്. കണ്ട് ചിക്കനാണ് മനസ്സിലായിട്ടോ. ഇനി വന്നോളൂ. ഇനി ഒരു പീസോളൂ. ഞാൻ അവർക്ക് ചിക്കൻ പൊരിഞ്ഞെന്ന് ചിക്കൻ പൊരിഞ്ഞതും ചാറും കൂട്ടിയിട്ടാ ചോറ് കൊടുക്കണം. എൻ്റെ നായ്ക്കുട്ടിയൊക്കെ വേവിക്കുന്ന മാതിരി. അപ്പം എൻ്റെ മോനെ വേവിക്കുന്ന അവന് മഞ്ഞപ്പൊടി കുരുമുളകും പൊടി ഇട്ടിട്ടപ്പോൾ എൻ്റെ ഡെക്സയുടെ കാര്യമല്ലോ. ഇനി തിരോളും വരുമോ? ഇത് ഡെക്സ തിന്നു കഴിഞ്ഞോ? ഡെക്സ എന്നാ ഡെക്സ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നോ, എന്നാലും എന്നെ കാണുമല്ലോ. എന്നാ അങ്ങനെ ഞങ്ങൾ ചോറിട്ട് കഴിഞ്ഞ് നിർത്താൻ പോവാട്ടോ. അന്നല്ലട വിളിക്കും, ധ്യാനെ വിളിക്കും. ധ്യാന് അവിടെ വയ്ക്കും ചിലപ്പോൾ. അമ്മൂന്റെ വീട്ടിലേക്ക് പിള്ളേർ അമ്മൂന്റെ വീട്ടിലേക്ക് അതായിരിക്കും. കറിയാണോ സത്യത്തിൽ ഞങ്ങൾക്ക്? ഞാൻ പറ്റും കറി വെച്ച ഒരുപാട് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കറിയിലല്ലേ. ഞാൻ പകല് വേദന കുടിക്കുകയെ കുടിച്ചില്ല. രാത്രി കുടിച്ചില്ല. ഭയങ്കര വേദനയായിട്ട് മനുഷ്യന്. അപ്പോൾ ടാറ്റ. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആയിപ്പോയി. എന്നാലും ഞാൻ അത് എഡിറ്റ് ചെയ്തുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് ചേർക്കുമ്പോൾ വലിയ വീഡിയോ മാറും. അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നു കഴിഞ്ഞ് ഇനി ഡെക്സൊക്കെ ആദ്യം കൊടുക്കും. നല്ല ഡെക്സൊക്കെ ചോറ് ഇട്ടില്ല. പിന്നെ ഞങ്ങൾ രാവിലെ
മോൻ്റെ കാര്യത്തിന് വേണ്ടി പോയതിന്. അങ്ങനെ സീവാവയ്ക്ക് ഞാൻ ചോറും അല്ല പുട്ടും ഇതിന് ചെറുപയറും കറിയും തീറ്റിട്ടാണ് പോയത്. നല്ല പുട്ടൊക്കെ തീറ്റിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം 4 മണി വരെ അവന് 2 കഷ്ണം പുട്ട്, ഒരു കുറ്റി പുട്ട് എന്ന് പറയാം, അത് ഞാൻ അവനെ തീറ്റി. ഡക്സക്ക് ഞാൻ ഒന്നും തീറ്റിയില്ല. ചപ്പാത്തി ഇവിടെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന വരെ അതന്നെ. പിന്നെ പെടികിരി വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ തിന്നും, അമ്മ എടുത്തു കൊടുക്കും. അതന്നെ തൊട്ടില്ല. എന്നെ കണ്ടതിന് ശേഷം വെള്ളം കുടിക്കണ, ചപ്പാത്തി തിന്നണ, അങ്ങനെ ജീവിച്ച കുട്ടിയാണ്. അപ്പൊ ഒന്ന് ചോറ് ആദ്യം അവനെ തീറ്റണം. അതാണ് നമ്മൾ 12:45 12:30 ഞങ്ങൾ ചോറുന്നാണെന്ന് കാമണിക്കറിയാം. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നമ്മളെ ഹായ് പറയുക. അപ്പം ഹലോ, അപ്പം നമ്മളിങ്ങനെ വർക്കിങ്ങിലാണ്. മോനിവിടെ കിടക്കുന്നുണ്ട്. മോന് ഫുഡ് എടുക്കണം. അപ്പോൾ ഗുഡ് നൈറ്റ് പറയാണ്. എൻ്റെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. മോന് 2 ചപ്പാത്തി നൈറ്റിലേക്ക് ചുട്ടിട്ട് കാണാം. ഹലോ ഗൈസ്, എൻ്റെ കുട്ടിക്ക് ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചത്തെ ചിക്കൻ കറീൻ്റെ അകത്ത് ഞാൻ 2 മുട്ട ഉടച്ചങ്ങ് പാർന്ന്, മെഴുക്കൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുകയല്ലേ. 5 മുട്ട തിന്നണം എന്നാണോ അല്ല, എന്നാലും ഇന്നെന്തായാലും 4 ഉണ്ടാക്കിന്. ഞാൻ 2 എണ്ണത്തിൽ കൂടുതൽ കൊടുക്കാറില്ല, ചിലപ്പോൾ 3 തിന്നും. പിന്നെ നമ്മളെ ചിക്കനൊക്കെ ഉച്ചയ്ക്ക് കൂട്ടിയ ബാക്കിയാണ്. ഒക്കെ നല്ല വേവിച്ച് പരുവാക്കിട്ടോ. കണ്ടോ, ഇതിൻ്റെ ചാറ് കണ്ടില്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടിക്ക് കൊടുക്കണം. കഴിച്ച കുട്ടി. അപ്പോൾ ഗുഡ് നൈറ്റ് പറയട്ടെ. ടാറ്റാ, ഗുഡ് നൈറ്റ്, ലവ് യു ഉമ്മ ഉമ്മ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താട്ടോ. നാളെ ഞായറാഴ്ച എന്തായാലും ഫുഡ് വീഡിയോയിൽ വരാമെന്ന് വിചാരിക്കുന്നത്. നല്ലതെന്തെങ്കിലും കിട്ടിയാലും നമ്മളെ ഉണ്ണേട്ടൻ നല്ല മീൻ എന്തെങ്കിലും കൊണ്ടുവന്ന് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. അവളില്ലാതെ ഞാനില്ല ഇന്നെന്റെ പെണ്ണിന്റെ കാതിൽ ചൊല്ലുമോ, പരിഭവം പറയുമോ?